ഇന്നത്തെ ചെമ്പനീർ പൂവില് ഉപവാസം എടുക്കുന്ന ശ്രുതിയെ കൊണ്ട് ചന്ദ്രമതി പണി ചെയ്യിപ്പിക്കുന്നത്, വീട്ടുജോലികൾ ചെയ്യിപ്പിക്കുന്നു, പാത്രം കഴിക്കുന്നു, ഫുഡ് ഉണ്ടാക്കിക്കുന്നു. അങ്ങനെ ഒരു വശത്ത് പിറ്റേ ദിവസം കാലത്ത് നേരത്തെ എഴുന്നേൽപ്പിച്ചിട്ട് ശ്രുതിയെ കൊണ്ട് കോലടിയിപ്പിക്കുന്നു, അതൊരു വശത്ത്. പിന്നെ രേവതി എല്ലാവർക്കും കഴിക്കാനുള്ള പൂരി മസാല ഉണ്ടാക്കിയ സമയത്ത് ശ്രുതി കഴിക്കാൻ വന്നിരിക്കുമ്പോൾ അത് കഴിക്കാൻ പാടില്ല എന്ന് സച്ചി പറയുന്നു. ശ്രുതി ഒറ്റയ്ക്ക് ഉണ്ടാക്കണത് വേണം കഴിക്കണം, ഉപ്പിടാത്ത കഞ്ഞിയാണ് കുടിക്കേണ്ടത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ശ്രുതിനെ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് വിടുന്നു. അത് കഴിഞ്ഞ് ശ്രുതി കഴിക്കാനിരിക്കുമ്പോൾ ശ്രുതിയോട് പറഞ്ഞു, നീ എങ്ങനെയാണോ നിനക്ക് കഴിക്കാൻ പറ്റണേ, ഭാര്യ പട്ടിണി കിടക്കുമ്പോൾ നിനക്ക് എങ്ങനെ ഭക്ഷണം ഇറങ്ങാമെന്ന് ചോദിച്ചിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് സച്ചി ശ്രുതിയെയും ഫുഡിൻ്റെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. ശ്രീകാന്തിനോട് ചോദിക്കും, വർഷ പട്ടിണി കിടക്കുമ്പോൾ നിനക്ക് കഴിക്കാൻ പറ്റും? അപ്പോൾ ശ്രീകാന്ത് പറയും ഇല്ല. സച്ചി പറയും, രേവതി പട്ടിണി കിടക്കുമ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റില്ല. രേവതി, ഞാൻ പട്ടിണി കിടക്കുമ്പോൾ നിനക്ക് കഴിക്കാൻ പറ്റും? അപ്പോൾ രേവതി പറയും, ഇല്ല സച്ചിയേട്ടാ, എനിക്ക് ഫുഡ് ഇറങ്ങില്ല. അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ കൂടി അവിടെ നിന്ന് നീപ്പിക്കുകയാണ് സച്ചി. പക്ഷേ സച്ചിയുടെ ഒരു സ്നേഹം കൂടിയാണ് വശത്തു കൂടി. കാരണം അങ്ങനത്തെ സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഫുൾ എപ്പിസോഡിൻ്റെ കഥ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിൽ കയറിയിട്ട് കഥയൊന്ന് കാണുക. കഥ ഇഷ്ടമായ കൂട്ടുകാരൻ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡായിട്ട് നാളെ വരാം. താങ്ക്